പുലിമുരുകൻ മലയാള സിനിമയ്ക്ക് 100 കോടി സ്വപ്നം കാണാൻ പഠിപ്പിച്ച സിനിമ. പുലിമുരുകന് കിട്ടിയ ഒരു റിസപ്ഷൻ നമുക്കിന്നും മറക്കാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു ചിത്രം ആ ഒരു ലെവലിലേക്ക് സഞ്ചരിച്ചാൽ ആദ്യം ഓർക്കുന്നത് തന്നെ പുലിമുരുകനെയാണ്. പുലിമുരുകൻ ഇറങ്ങിയ സമയത്ത് പിന്നീട് എത്തിയ പല സിനിമകളിലും ചില ഫാൻസുകാർ എത്തുകയുണ്ടായി. അവർ പറയും ഞങ്ങൾ പുലിമുരുകനെ തീർത്തു എന്ന്, ഇല്ലെങ്കിൽ ഞങ്ങൾ പുലിമുരുകനെ തീർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആ പറച്ചിലുകൾ വർഷങ്ങളോളം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. പുലിമുരുകൻ തീർന്നറ എന്നുള്ള വാക്കുകളായിരുന്നു പലരും പറഞ്ഞുകൊണ്ടെത്തുന്നത്. എന്നാൽ മുരുകനെ തീർക്കാൻ അങ്ങനെ ചില ടീംസുകൾക്ക് കഴിഞ്ഞതുമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ മുരുക നീ തീർന്നറ എന്നിപ്പോൾ പറയാൻ കഴിയുന്നത് സാക്ഷാൽ മോഹൻലാലിന് മാത്രമാണ് എന്ന് പറയേണ്ടതുണ്ട്. എമ്പുരാൻ എന്ന സിനിമ മുരുകനെ തീർക്കാൻ എത്തിക്കഴിഞ്ഞു. മോഹൻലാൽ ചിത്രമായ എമ്പുരാന് മുന്നിൽ റെക്കോർഡുകൾ തകർന്നു വീഴുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ കാണുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് കുതിക്കുകയാണ് എമ്പുരാൻ. മലയാളത്തിൽ ആദ്യമായി 250 കോടി കളക്ഷൻ നേടുന്ന ചിത്രം കൂടിയാണ് ഇത്. റിലീസ് ചെയ്ത് 11 ദിവസം കൊണ്ടാണ് ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നതും. ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ പുതിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു. എമ്പുരാൻ കേരളത്തിൽ നിന്നും 80 കോടി മറികടന്നിരിക്കുന്നു എന്നാണ് അവർ അറിയിച്ച ഏറ്റവും വലിയ അപ്ഡേറ്റ്. ഇത് അറിയിക്കുമ്പോൾ നമ്മൾ നോക്കുന്നതും പ്രീവിയസ് മോഹൻലാൽ തന്നെ ഉണ്ടാക്കിയ പുലിമുരുകൻ എന്ന സിനിമയുടെ റെക്കോർഡ് തന്നെയാണ്. ആ സിനിമ ഉണ്ടാക്കിയ ഏറ്റവും വലിയ കളക്ഷൻ. 2018 പുലിമുരുകൻ എന്നിവയാണ് ഇനി എമ്പുരാന് മുകളിലുള്ള സിനിമകൾ. 89.20 നേടിയ 2018 ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ 85.10 കോടിയുമായി പുലിമുരുകൻ രണ്ടാം സ്ഥാനത്താണ്. മുരുകന്റെ നേട്ടത്തെ വൈകാതെ എമ്പുരാൻ മറികടക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയാൻ കഴിയുന്നത് എമ്പുരാന് തന്നെയാണ്, സാക്ഷാൽ മോഹൻലാലിന് തന്നെയാണ് മുരുക നീ തീർന്നറ എന്ന് പറയാൻ പറ്റുന്നതും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ തന്നെ വരേണ്ടി വന്നു മുരുകനെ തീർക്കാൻ. 2018 ആയാലും അതൊരു മൾട്ടി സ്റ്റാർ സിനിമയായതും ആ സിനിമയുടെ വിഷയം കേരളത്തിൻ്റെതായതുകൊണ്ടും ഏറ്റെടുത്തൊരു സിനിമ. എന്നാൽ ഒരു സോളോ ആക്ടറിന് അവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റിയില്ല എന്നത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ സാക്ഷാൽ എമ്പുരാനിലൂടെ മോഹൻലാൽ തന്നെ പുലിമുരുകന്റെ റെക്കോർഡ് മറികടക്കാൻ സാധ്യത വെക്കുമ്പോൾ ആക്ച്വലി പറയേണ്ടതും മുരുക നീ തീർന്നറ എന്ന് മോഹൻലാൽ തന്നെയാണ്. ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അലയടിക്കുകയാണ്. ആടുജീവിതം പുലിമുരുകന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ലെങ്കിലും തൊട്ടുപിന്നിൽ ഉണ്ടായിരുന്നു. 79.28 കോടിയുമായി എമ്പുരാൻ ഇപ്പോൾ 80 കോടിയും മറികടന്നു. 85 കോടിയും മറികടക്കാൻ സാധ്യത വെക്കുന്നുണ്ട് എമ്പുരാൻ എന്നതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ മൺഡേയിലും എമ്പുരാന് ഭേദപ്പെട്ട കേരള കളക്ഷൻ ലഭിച്ചു എന്നത് കാണാൻ സാധിക്കുന്നു. ഡേ 12ലും 1.33 കോടി എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം. ഇതാണ് എമ്പുരാന് സാധ്യത വെക്കുന്നതും. കാരണം വിഷു റിലീസായി നിരവധി ചിത്രങ്ങൾ ഇറങ്ങുമ്പോഴും എമ്പുരാനെ തിയേറ്ററുകാർ ഒഴിവാക്കാൻ നോക്കുന്നില്ല. കാരണം എമ്പുരാന് ഭേദപ്പെട്ട ടിക്കറ്റ് ബുക്കിംഗും കളക്ഷനും രേഖപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിക്കാൻ ഒരുങ്ങുമ്പോഴും എമ്പുരാൻ പല മേഖലകളിലും ഗംഭീര റെക്കോർഡുകളാണ് രേഖപ്പെടുത്തിയത്. സാക്ഷാൽ മറ്റൊരു കേരള താരത്തിനും അത് ഭേദിക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് പോലെ അവരുടെ മുന്നിൽ കിടക്കുന്നു. അത് പുല്ലുപോലെയാണ് എമ്പുരാനിലൂടെ മോഹൻലാൽ ഭേദിച്ചിരിക്കുന്നതും. എമ്പുരാൻ കേരളത്തിൽ 80 കോടി മറികടന്നപ്പോൾ മറ്റൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ എത്തുകയുണ്ടായി. UAEയിൽ എമ്പുരാൻ 5 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിച്ചിരിക്കുന്നു എന്ന അപ്ഡേറ്റ് ആണ് അവർ തന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ സൗത്ത് ഇന്ത്യൻ സിനിമ കൂടിയാണ് ഇത്. എമ്പുരാൻ ഇതിനോടകം ആഗോളതലത്തിൽ 250 കോടി നേടിക്കഴിഞ്ഞിരുന്നു. 500K ടിക്കറ്റുകൾ വിറ്റഴിക്കുമ്പോൾ എമ്പുരാന് കിട്ടിയ സ്വീകാര്യത 500,000 എന്ന മാജിക് നമ്പറിലേക്ക് UAEയിൽ നിന്നും പ്രേക്ഷകർ എമ്പുരാനെ സ്വീകരിച്ചു. വിദേശ മാർക്കറ്റുകളിലും വമ്പൻ മുന്നേറ്റമാണ് സിനിമ നടത്തിയതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. സൗദി അറേബ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയായി മാറുകയുണ്ടായി. $1 മില്യൺ സിനിമ സൗദി അറേബ്യയിൽ നിന്നും സ്വന്തമാക്കിയത്. ഇതുകൂടാതെ യുണൈറ്റഡ് കിങ്ഡത്തിലും 11 ദിവസം കൊണ്ട് എമ്പുരാൻ ചില മാസ്മരിക നമ്പറുകളിലേക്ക് എത്തിയിരുന്നു. ടോപ്പ് 10 സൗത്ത് ഇന്ത്യൻ ഗ്രോസറിൽ UKയിൽ 3-ാം സ്ഥാനത്താണ് എമ്പുരാൻ വന്നു നിന്നത്. 1.60 മില്യൺ പൗണ്ടാണ് 11 ദിവസം കൊണ്ട് എമ്പുരാൻ നേടിയത്. തൊട്ടു മുന്നിലുള്ള ബാഹുബലി 1.83 മില്യനും പുഷ്പ 2 എന്ന ചിത്രം 1.92 മില്യൺ പൗണ്ടുമാണ് നേടിയിട്ടുള്ളത്. തൊട്ടടുത്തൊക്കെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നാലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആണ് മലയാളികൾക്കും മോഹൻലാൽ എന്ന താരത്തിൽ നിന്നും നമുക്കുണ്ടാകുന്നത്. എമ്പുരാൻ 11 ദിവസം കൊണ്ട് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ബോക്സ് ഓഫീസിൽ ഗംഭീര കളക്ഷൻ നേടുകയുണ്ടായി. ന്യൂസിലൻഡിൽ നിന്നും 316K മുകളിലുള്ള ഡോളർ സ്വന്തമാക്കി. ഓസ്ട്രേലിയയിൽ നിന്നും 1.39 മില്യന് മുകളിലുള്ള ഡോളർ നേടുകയും ചെയ്തു. ഇവിടൊക്കെ ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്റർ ആണ്. അവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തവർക്കൊക്കെ വലിയ ലാഭമാണ് എമ്പുരാൻ നേടിക്കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ റീജൻ എടുത്ത് പരിശോധിച്ചാലും അവിടൊക്കെ എമ്പുരാൻ തീർത്തിരിക്കുന്നത് ചരിത്രം തന്നെയാണ്. ഇനി ഇങ്ങനൊരു സിനിമ വരണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. എന്തായാലും എമ്പുരാൻ ഇങ്ങനെ വലിയ സർപ്രൈസുകൾ നൽകി, വലിയ കളക്ഷൻ നൽകി, ഞെട്ടിപ്പിച്ചുകൊണ്ട് ബോക്സ് ഓഫീസ് തരംഗമാകുമ്പോൾ മറ്റൊരു ഗംഭീര പ്രോജക്ടിന്റെ കാര്യം മലയാളി പ്രേക്ഷകരെയും ആകർഷിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം കാണാനായത്. കാരണം സാക്ഷാൽ മോഹൻലാൽ കൂടിയെത്തിയ ജയിലർ 2ന്റെ നിർമ്മാതാക്കൾ മറ്റൊരു മാഗ്നം ഒപ്പസ് പ്രോജക്റ്റുമായി വരാൻ പോകുന്നു. രജനികാന്ത്, തളപതി വിജയ്, സൂര്യ, അജിത് തുടങ്ങി തമിഴിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെ സിനിമകൾ നിർമ്മിച്ച പ്രൊഡക്ഷൻ കമ്പനിയാണ് സൺ പിക്ചേഴ്സ്.
സൂപ്പർ സ്റ്റാർ ചിത്രമായ ജയിലർ 2 ഉൾപ്പെടെ നിരവധി പ്രതീക്ഷയുണർത്തുന്ന സിനിമകളാണ് ഇവരുടേതായി ഇനി വരാനിരിക്കുന്നത്. ഇപ്പോഴിതാ അടുത്തതായി സൺ പിക്ചേഴ്സിന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ് സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം. മാസും മാജിക്കും കണ്ടുമുട്ടുന്നു എന്ന ക്യാപ്ഷനോടെ ഇന്നലെ സൺ പിക്ചേഴ്സ് ഒരു പുതിയ സിനിമയുടെ അപ്ഡേറ്റ് എത്തുന്നു എന്ന വാർത്ത പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ സൺ പിക്ചേഴ്സ് കഴിഞ്ഞ ദിവസം അവരുടെ ഇതുവരെയുള്ള സിനിമകളുടെ വിഷ്വലുകൾ എല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോ പുറത്തിറക്കി. ഇതിൽ മോഹൻലാലിനെ വരെ കാണിക്കുന്നു എന്നതാണ് ടൈറ്റിലുള്ള മെയിൻ അട്രാക്ഷൻ. ജയിലറിലെ മാത്യു എന്ന കഥാപാത്രം സെന്ററിൽ തന്നെ നിൽക്കുന്നു എന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. സിനിമയുടെ വിഷ്വലുകൾ എല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ ഏത് സിനിമയുടെ അപ്ഡേറ്റ് എന്ന സംശയം ആരാധകർ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. ജയിലർ 2വിന്റെ അപ്ഡേറ്റ് ആണ് ഇതെന്നും അതല്ല രജനിയുടെ അടുത്ത ചിത്രമാകും ഇതെന്നും പ്രേക്ഷകർ എക്സിൽ കുറിക്കുന്നുണ്ട്. അതേസമയം അല്ലു അർജുനും അറ്റ്ലിയും ഒന്നിക്കുന്ന സിനിമയുടെ പ്രഖ്യാപനമാണ് ഈ അനൗൺസ്മെന്റിന് പിന്നിൽ എന്നാണ് മറ്റൊരു സംസാരം. അതിന് സംശയം നൽകുന്ന എല്ലാ കാര്യങ്ങളും ആ ടൈറ്റിലുകളിൽ വന്നു പോകുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്കാണ് അനൗൺസ്മെന്റ് എത്തുന്നത്. പുനർജന്മ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും അല്ലു അർജുൻ അറ്റ്ലി ചിത്രം കഥ പറയുക എന്നാണ് OTT പ്ലേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ലു അർജുൻ 2 വ്യത്യസ്ത കഥാപാത്രങ്ങളെയാകും അവതരിപ്പിക്കുക. ഇതിൽ ഒന്ന് ആധുനിക കാലഘട്ടത്തിലുള്ളതും മറ്റേത് പഴയ കാലഘട്ടത്തിൽ ഉള്ളതുമാണെന്നാണ് സൂചന. ചിത്രത്തിൽ അഭിനയിക്കാനായി അല്ലു അർജുൻ 175 കോടിയാണ് പ്രതിഫലം നൽകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം സിനിമയുടെ ലാഭത്തിൽ നിന്നും 15% നിർമ്മാതാക്കൾ അല്ലുവിന് നൽകേണ്ടി വരും എന്നും റിപ്പോർട്ടിലുണ്ട്. ബൾക്ക് ഡേറ്റുകളാണ് നടൻ സിനിമയ്ക്കായി അനുവദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ ചിത്രത്തിനാകും എന്നതാണ് ഇപ്പോൾ അനുമാനിക്കുന്നതും. എന്തായാലും ഉടനെ തന്നെ അറിയാം.